നമസ്കാരം. മലപ്പുറം താനൂരിൽ നിന്ന് കാണാതായ 2 പെൺകുട്ടികളെ കണ്ടെത്തി. മുംബൈ ലോണാവാലയിൽ നിന്നാണ് പെൺകുട്ടികളെ കണ്ടെത്തിയത്. മുംബൈ CSMTയിൽ നിന്നും ചെന്നൈ എഗ്മോർ ട്രെയിനിലായിരുന്നു ഇവരുടെ യാത്ര. റെയിൽവേ പോലീസാണ് പെൺകുട്ടികളെ കണ്ടെത്തിയത്. മൊബൈൽ ഫോൺ ലൊക്കേഷൻ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് ഇവരെ കണ്ടെത്തുന്നതിൽ നിർണായകമായത്. RPF ഇവരെ പൂനെയിലെത്തിച്ച് കേരള പോലീസിന് കൈമാറും. വീട്ടിൽ പ്രശ്നങ്ങളുണ്ടെന്നും തിരിച്ചു പോകാൻ താല്പര്യമില്ലെന്നും വിദ്യാർത്ഥിനികൾ മലയാളി സന്നദ്ധ പ്രവർത്തകരോട് ആദ്യഘട്ടത്തിൽ പറഞ്ഞിരുന്നു. പിന്നീട് വീട്ടിലേക്ക് പോകാൻ സന്തോഷമുണ്ടെന്നും ഇവർ പ്രതികരിച്ചു. അതേസമയം ഇന്നലെ ഉച്ചയോടെ ഇവർ ഒരു സലൂണിലെത്തി ഹെയർ ട്രീറ്റ്മെന്റ് ചെയ്തതായിട്ടുള്ള വിവരം പോലീസിന് ലഭിച്ചിരുന്നു. അവിടെ നിന്നുള്ള ദൃശ്യങ്ങളും കഴിഞ്ഞ ദിവസങ്ങളിലായി പുറത്തു വന്നിരുന്നു. കുട്ടികൾ അവിടെ എത്തിയതായി മലയാളിയായ സലൂൺ ഉടമയും സ്ഥിരീകരിച്ചിരുന്നു. മുഖം മറച്ചാണ് ഇരുവരും എത്തിയത്. ഹിന്ദിയോ ഇംഗ്ലീഷോ അറിയാത്ത ഇവർക്ക് മലയാളം മാത്രമാണ് അറിയുമായിരുന്നത്. ജീവനക്കാർ അറിയിച്ചതനുസരിച്ചാണ് മലയാളം അറിയുന്ന തന്റെ അസിസ്റ്റന്റിനെ വിട്ടതെന്നും സലൂൺ ഉടമ ലൂസി വെളിപ്പെടുത്തിയിരുന്നു. സുഹൃത്തിന്റെ വിവാഹ ആഘോഷത്തിൽ പങ്കെടുക്കാൻ മുംബൈയിൽ എത്തിയതാണെന്നായിരുന്നു ഇവർ സലൂണിൽ വെച്ച് പറഞ്ഞത്. ഇവരെ കൊണ്ടുപോകാൻ സുഹൃത്ത് എത്തുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും ആരെങ്കിലും എത്തുന്നതിന് മുമ്പ് ഇവർ ഇവിടെ നിന്ന് തന്നെ കടന്നു കളഞ്ഞു. 4 മണിയോടെ ഇവർ മുംബൈ CST റെയിൽവേ സ്റ്റേഷനിൽ എത്തിയെന്നായിരുന്നു വിവരം ലഭിച്ചത്. പിന്നീട് 4 മണിക്കൂറോളം ഇവർ അവിടെ തന്നെ തുടർന്നു. രാത്രി 9 മണിയോടെ തങ്ങളുടെ മൊബൈൽ ഫോണിൽ ഇവർ പുതിയൊരു സിം കാർഡ് ഇട്ടു. ഇതാണ് അന്വേഷണത്തിൽ ഏറെ നിർണായകമായി മാറിയത്. നിലവിൽ റെയിൽവേ പോലീസിന്റെ കസ്റ്റഡിയിലുള്ള ഇവരെ കേരള പോലീസിന് കൈമാറും. താനൂർ SIയും 2 പോലീസുകാരും നെടുമ്പാശ്ശേരി വഴി വിമാനത്തിൽ രാവിലെ 6 മണിയോടെ മുംബൈയിലേക്ക് പോകുമെന്നാണ് വിവരം. 8 മണിക്ക് മുംബൈയിലെത്തുന്ന ഇവർ 9 മണിയോടെ കുട്ടികളെ ഏറ്റുവാങ്ങി കേരളത്തിലേക്ക് തിരിക്കും. ഇതിനിടെ പെൺകുട്ടികൾക്കൊപ്പമുള്ള ഒരു യുവാവിനെ പോലീസ് തിരിച്ചറിഞ്ഞിരുന്നു. അക്ബർ റഹീം എന്ന യുവാവായിരുന്നു ഇവർക്കൊപ്പം ഉണ്ടായിരുന്നത്. യുവാവ് 2 പേരെയും പൻവേലിൽ മലയാളി യുവതി നടത്തുന്ന ബ്യൂട്ടി പാർലറിൽ എത്തിച്ചിരുന്നു. പെൺകുട്ടികൾ ബ്യൂട്ടി പാർലറിൽ എത്തിയ വിവരം മഹാരാഷ്ട്ര പോലീസിനും മലയാളി സമാജത്തിനും കേരള പോലീസ് കൈമാറിയിരുന്നു. പോലീസ് നിർദ്ദേശപ്രകാരമായിരുന്നു ഇയാൾ പെൺകുട്ടികൾക്കൊപ്പം യാത്ര തുടർന്നതെന്നാണ് വിവരം. പെൺകുട്ടികൾ കോഴിക്കോടുണ്ടെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ആദ്യഘട്ടത്തിൽ ബന്ധുക്കളും പോലീസും ഇന്നലെ മുഴുവൻ കോഴിക്കോട് കേന്ദ്രീകരിച്ചായിരുന്നു അന്വേഷണം നടത്തിയത്. എന്നാൽ അതിന് ഫലമുണ്ടായിരുന്നില്ല. പിന്നീടാണ് ഇവർ മുംബൈയിൽ എത്തിയതായിട്ടുള്ള വിവരം പോലീസിന് ലഭിച്ചത്. എടവണ്ണ സ്വദേശിയായ യുവാവിന്റെ വീട്ടിലെത്തിയ പോലീസ് വീട്ടുകാരിൽ നിന്നും കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയിരുന്നു. ഇയാൾ മുംബൈയിലേക്ക് പോയി എന്ന് ബന്ധുക്കൾ പോലീസിനോട് സമ്മതിക്കുകയും ചെയ്തിരുന്നു. തുടർന്ന് മുംബൈ കേന്ദ്രീകരിച്ച് ശക്തമായ അന്വേഷണം പോലീസ് നടത്തി. പെൺകുട്ടികളെ കാണാതാകുന്നതിന് മുൻപ് എടവണ്ണ സ്വദേശിയായ യുവാവിന്റെ നമ്പറിൽ നിന്ന് 2 പെൺകുട്ടികളുടെയും ഫോണിലേക്ക് കോളുകൾ വന്നതായും പോലീസ് കണ്ടെത്തിയിരുന്നു. തുടർന്ന് ഇയാളെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണമാണ് മുംബൈയിലെത്തിയത്. ഇയാളുടെ ടവർ ലൊക്കേഷൻ മുംബൈയിലാണെന്ന് പോലീസ് നേരത്തെ സ്ഥിരീകരിച്ചതിന് പിന്നാലെ ഇയാളുടെ എടവണ്ണയിലെ വീട്ടിലെത്തി വിവരങ്ങൾ ശേഖരിച്ചു. പെൺകുട്ടികൾ ബുധനാഴ്ച തിരൂർ റെയിൽവേ സ്റ്റേഷനിലെത്തിയ CCTV ദൃശ്യം പുറത്തു വന്നിരുന്നു. ബുധനാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്ക് ശേഷമാണ് പെൺകുട്ടികൾ സ്റ്റേഷനിലെത്തിയത്. സ്റ്റേഷനിലെ CCTVയിലായിരുന്നു പെൺകുട്ടികളുടെ ദൃശ്യം പതിഞ്ഞത്. കാണാതായ പെൺകുട്ടികൾ +2 വിദ്യാർത്ഥിനികളായിരുന്നു. ബുധനാഴ്ച പരീക്ഷയ്ക്കായി വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് പോയ ഇരുവരെയും പിന്നീട് കാണാതാവുകയായിരുന്നു. ഇരുവരും പരീക്ഷയ്ക്ക് ഹാജരാകാതിരുന്ന വിവരം അധ്യാപകർ വീട്ടുകാരെ അറിയിക്കുകയായിരുന്നു. തുടർന്നാണ് താനൂർ പോലീസിൽ പരാതി നൽകിയതും. ബുധനാഴ്ച ഉച്ചയ്ക്ക് 2 മണിയോടെയാണ് പെൺകുട്ടികളുടെ മൊബൈൽ ഫോൺ അവസാനമായി ഓൺ ആയതെന്നും പോലീസ് കണ്ടെത്തിയിരുന്നു. ഓണായ അവസാന ഘട്ടത്തിൽ ടവർ ലൊക്കേഷൻ കാണിച്ചത് കോഴിക്കോടായിരുന്നു. ഇതോടെയായിരുന്നു കോഴിക്കോട് കേന്ദ്രീകരിച്ച് ആദ്യഘട്ടത്തിൽ അന്വേഷണം നടത്തിയത്. സ്കൂൾ യൂണിഫോമിൽ വീട്ടിൽ നിന്ന് ഇറങ്ങിയ പെൺകുട്ടികൾ റെയിൽവേ സ്റ്റേഷനിലെത്തിയത് മറ്റൊരു വസ്ത്രം ധരിച്ചായിരുന്നു. ഇതിന്റെ ദൃശ്യങ്ങളായിരുന്നു പോലീസിന് ലഭിച്ചത്.